കപ്പൽ അപകടത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസമായി 1000 രൂപയും 6 കിലോ അരിയും സൗജന്യ റേഷനും നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാരിസ്ഥിതികമായും സാമൂഹികമായും സാമ്പത്തികമായും വലിയ പ്രത്യാഘാതം സംസ്ഥാനത്തിനുണ്ടായ പശ്ചാത്തലത്തിലാണ് കപ്പൽ മുങ്ങിയ സംഭവത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ഏകദേശം 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാകും എന്നാണ് അനുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. കേരളത്തിലെ പരിസ്ഥിതി ആഘാതം, തൊഴിൽ നഷ്ടം, ടൂറിസം നഷ്ടം എന്നിവയുടെ ചെലവുകൾ കണക്കാക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കപ്പൽ പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റണമെന്നും കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡ്രോൺ സർവേ ഈ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. കപ്പൽ അപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ ഇന്ന് തന്നെ ആരംഭിക്കും. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും അവർക്ക് താൽക്കാലിക ആശ്വാസം നൽകാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത്. ഓരോ കുടുംബത്തിനും 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്. കപ്പലിലെ ഇന്ധനം പൂർണ്ണമായും പുറത്തെടുക്കുക ജൂൺ 3-നായിരിക്കും. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ 20 നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും അത്തരം ഊഹാപോഹങ്ങളിൽ ആരും കുടുങ്ങിപ്പോകരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണതോതിൽ എല്ലാവരും പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളും മാലിന്യവും നീക്കം ചെയ്തു തുടങ്ങി. കണ്ടെയ്നറുകൾ കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കടലിലുള്ള മത്സ്യങ്ങൾ പൂർണ്ണമായും ഭക്ഷ്യയോഗ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി. അറബിക്കടലിൽ മുങ്ങിയ MSCയുടെ എൽസ 3 കപ്പലിൽ നിന്നും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തീരപ്രദേശങ്ങളിലേക്കാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നറുകൾ സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയാണ് മാറ്റുക. അമേരിക്കയിലെ T&T ഷിപ്പിംഗ് കമ്പനിക്കാണ് ചുമതല. കപ്പലിലെ എണ്ണ നീക്കം ചെയ്യാൻ ജൂലൈ 3 വരെയാണ് കമ്പനി സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ അപകടകരമായ ഒരു ഇന്ധനവും കടലിൽ കലർന്നിട്ടില്ല എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ആശങ്കപ്പെടേണ്ട സാഹചര്യം കേരള തീരത്തില്ലെന്ന് റവന്യൂ മന്ത്രി പ്രതികരിച്ചു. സാൽവേജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ കടലിൽ വീണ കണ്ടെയ്നറുകൾ ശക്തമായി എടുക്കുകയും മാറ്റുകയും ചെയ്യുക എന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായിട്ടുള്ള വിശ്വകർമ്മ ഇന്നലത്തോടുകൂടി കമ്പനിയുമായി ഒരു അഗ്രിമെൻ്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള അവരുടെ കപ്പൽ ഇന്ന സ്ഥലത്തെത്തിച്ചേരും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. കപ്പൽ കിടക്കുന്നതിന് ചുറ്റും, ഇതിന് മുന്നോടിയായി കപ്പൽ കിടക്കുന്നതിന് ചുറ്റും ഒരു സോണാർ സർവേ, നമ്മുടെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ അൾട്രാസൗണ്ട് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സോണാർ സർവേയും ഇന്ന് തന്നെ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ അതിവേഗം നടക്കുന്നുണ്ട്. തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ ഹരിതകർമ്മസേനയും സന്നദ്ധ സംഘടനകളും ചേർന്ന് നീക്കം ചെയ്തു തുടങ്ങി. തുമ്പ കടൽ തീരത്തെ ശുചീകരണം റവന്യൂ മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.